പുല്ല് വെട്ടുന്ന സമയത്ത് ചെടിയിൽ തണ്ടിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്, നമ്മൾ ബ്ലേഡോ റോപ്പോ ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഇതുപോലെ റൗണ്ടിൽ കറങ്ങുന്നതുകൊണ്ട് എവിടെയും തണ്ടിൽ തട്ടാൻ സാധ്യത വളരെ കുറവാണ്. താഴ്ഭാഗത്ത് വളമിടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ പിന്നെ നമ്മൾ തൂമ്പ വെച്ച് കളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, ഈ പല്ല് വെച്ചിട്ട് ശരിക്കും വേരോടെ പിഴുതെറിഞ്ഞാണ് ഇപ്പോൾ വെട്ടിയത്. നിങ്ങൾ കാണുന്നു, ശരിക്കും കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേരോടെ പുല്ല് വെട്ടിക്കളയാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട്, അതായത് പൊടിഞ്ഞ് എന്തെങ്കിലും വിള നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് വളം ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ പിന്നെ നമ്മൾ തൂമ്പ വെച്ച് കളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഉണ്ടോ ഈ പല്ല് വെച്ചിട്ട് ശരിക്കും വേരോടെ പിഴുതെറിഞ്ഞാണ് ഇപ്പോൾ വെട്ടിയത്. നിങ്ങൾ കാണുമെന്ന് ശരിക്കും കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കർഷകരാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് പുല്ല് വെട്ടുന്ന സമയത്ത് ചെടിയിൽ തണ്ടിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ബ്ലേഡോ റോപ്പോ ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഇതുപോലെ റൗണ്ടിൽ കറങ്ങുന്നതുകൊണ്ട് എവിടെയും തണ്ടിൽ തട്ടാൻ സാധ്യത വളരെ കുറവാണ്. അടുത്തുകൂടി പോയി വെട്ടിയത് നിങ്ങൾ കണ്ടു. അതാണ് ഇതിൻ്റെ ഒരു മേന്മ. അപ്പം കുറേ ദിവസമായിട്ട് കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ട് നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും കുറച്ച് കൃഷിയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കൃഷിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത ഈ വെണ്ടക്കൃഷി, അതുപോലെ തന്നെ ഈ ചീര 2 തരത്തിൽ ചെയ്തായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബ്രഷ് കട്ടർ റിപ്പയറിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് വൈകിയതിൻ്റെ കാരണം ഇതായിരുന്നു. സീസൺ കഴിഞ്ഞാൽ എനിക്ക് കൃഷി ചെയ്യുന്നത് എൻ്റെ ഒരു ഹോബിയാണ്, എൻ്റെ ഒരു ജീവിതമാർഗം എന്ന രീതിയിലും എല്ലാം കൂടി ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു ഇഷ്ടമുള്ള കേസാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ നേരത്തെ നമുക്കിനി എന്ത് ചെയ്യാം, കൃഷി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരൊക്കെ കൃഷി ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പം കൃഷി ചെയ്തവരും പുല്ലുവെട്ട് കുറഞ്ഞ സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട്, അതായത് 4 സ്റ്റോക്ക് മെഷീൻ റിപ്പയറിംഗ് ആണ് ഇനി അടുത്ത് വരാനുള്ളത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.